ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് നാളായിട്ട് നമ്മളൊരു ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫുൾ കോഴ്സ് അല്ല. അപ്പൊ രണ്ട് രീതിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒന്നെങ്കിൽ 2021 മുതൽ 2024 വരെ നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്നും റിലേറ്റഡ് ഫാക്ട്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 50 ഹോട്ട് ടോപ്പിക്സ് ഈ 2021 തൊട്ടിട്ട് 2024 വരെ PSC നടത്തിയിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ട്, അതായത് നോക്കിയതിന് ശേഷം അതിനകത്ത് നിന്നും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 50 ടോപ്പിക്സ്. ഈ 50 ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഇത് തന്നതാണ്. 50 ടോപ്പിക് അല്ല, അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെയും അടങ്ങുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ഒരു ടോപ്പിക്കായിട്ടാണ് പറയുന്നത്. അതിനകത്ത് 5 ടോപ്പിക്സ് ഉണ്ട്, 5 മോഡ്യൂൾ പഠിക്കാനുണ്ട്. അത് അങ്ങനെ എടുത്തിട്ടില്ല. അപ്പൊ അത് ഒരെണ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ 50 ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല മെത്തേഡ് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 ഹോട്ട് ടോപ്പിക്സ് GK പോർഷനിൽ നിന്നും 50 ഹോട്ട് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് അതിന്റെ ഡയറക്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക് ആണെങ്കിൽ, അഡ്വന്റ് ഓഫ് യൂറോപ്യൻസിനകത്ത് നമുക്കറിയാം പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര്, ഇവരുടെ വരവാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓരോരുത്തരെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ പോർച്ചുഗീസുകാർ പഠിക്കണം, അതിനുശേഷം ഡച്ചുകാര് പഠിക്കണം, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്, ഓരോരുത്തരുടെയും കൃത്യമായിട്ട് പഠിക്കണം. ആ പഠിക്കുന്ന സമയത്ത് നമുക്ക് സോഴ്സസ് നോക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സ് എന്താ? കേരള ഹിസ്റ്ററിയിൽ ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കണം. UPSC പോലെയുള്ള സൈറ്റുകളിലുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു ക്ലാസ് പോർച്ചുഗീസ്. അതിനുശേഷം ഡച്ചിലേക്ക് വരുമ്പോഴും ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം. UPSC-കാരുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഡച്ചുകാരുടെ വരവ്. അതുപോലെ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺട്രിബ്യൂഷൻസിനകത്ത് സ്പെക്ട്രത്തിനകത്തും നല്ല ഒരു പോർഷൻ കിടപ്പുണ്ട്. അതിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ ഈ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് മാത്രം എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ എളുപ്പത്തിനല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഓരോ ടോപ്പിക്കിനകത്തും അകത്തോട്ട് ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം തുടങ്ങാനായിട്ട്. അപ്പൊ തുടങ്ങുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. സ്മാർട്ട് വർക്കിന് പഠിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ എളുപ്പത്തിൽ പഠിക്കുക എന്നുള്ളതല്ല അർത്ഥമാക്കേണ്ടത്. നമുക്ക് GKയിൽ നിന്നും ഒരു 50 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് 50 മാർക്കുണ്ട്. അതിന്റെ കൂട്ടത്തിൽ GK നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നല്ല കട്ട് ഓഫ് കൂടുന്നുണ്ട്. സോ GKയിൽ നിന്നും സ്മാർട്ട് വർക്ക് പോലെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 50 ടോപ്പിക്സ് ആണ് നമ്മൾ കോഴ്സിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഇതിനകത്ത് കറണ്ട് ഇവന്റ്സ്, പ്രത്യേകിച്ച് അവാർഡ്സ് പോലെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, 2021 തൊട്ടിട്ട് 2024 വരെ നടത്തിയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസോളം, 10 സെറ്റ് ക്വസ്റ്റ്യൻസ് ഡിഗ്രി പ്രിലിംസിന്റെ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ നടത്തി പോകുന്നത്. അപ്പൊ ഓരോ ടോപ്പിക്സും, ഫോർ എക്സാമ്പിൾ ഞാൻ ഹോട്ട് ടോപ്പിക്സ് കാണിക്കാം നമ്മുടെ കോഴ്സിനകത്ത് ഏതൊക്കെയാണെന്ന്. കേരള ഹിസ്റ്ററിയിൽ നിന്നും അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ളവരുടെ ഹിസ്റ്ററി, സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ഇത്രയുമാണ് കേരള ഹിസ്റ്ററി. ദെൻ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, സോഷ്യൽ റീഫോം മൂവ്മെന്റ്. വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. ഈ 15 ടോപ്പിക് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഈ ഇത്രയും വർഷവും ചോദിച്ചു കാണാറുള്ളത്. സോ ഈ 15 ടോപ്പിക്കാണ് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിനകത്ത് തന്നെ പല ടോപ്പിക്സ് വരും, പല സോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അതിന്റെയൊക്കെ നോട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ക്ലാസ് അതിന്റെ തന്നെ നോട്ട്സും ഉണ്ടായിരിക്കും. ആ നോട്ട്സിനകത്ത് തന്നെ ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ബുക്സും കയറി വരും. അത് ക്ലാസ് ആയിട്ട് നമ്മൾ ചെയ്യും. ഇതിന്റെ എല്ലാം ഓവറോൾ നോട്ടും കൊടുക്കും. സ്റ്റാൻഡേർഡ് ബുക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസിന്റെ PDF ആക്കിയിട്ടുള്ള വേർഷനും തരും. ഓക്കെ, ഇനിയും ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ എർത്തിന്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, ലാൻഡ് ഫോം, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ഓഷ്യൻ കറണ്ട്, ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ജോഗ്രഫി മുഴുവൻ പഠിക്കണം, ഇന്ത്യയുടെ ക്ലൈമറ്റ് മുഴുവനായിട്ട് പഠിക്കണം. ഓക്കെ, അതിനകത്തെല്ലാം സബ് ടോപ്പിക്സ് ഉണ്ട്. ഒറ്റ ക്ലാസ്സിലല്ല അത് തീർക്കുന്നത്. എടുത്തെടുത്ത് പറയാൻ കാരണം പിന്നീട് ഒരു സംശയം വരരുത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ജോഗ്രഫി തന്നെ പല തട്ടുകളായിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട്
ക്ലാസ്സുകളുടെ എണ്ണം കൂടിയെന്നും വരാം, നോട്ട്സും കൂടിയെന്ന് വരാം. ആ സമയത്ത് ഒരു സംശയമായിട്ട് ചോദിക്കരുത് ഇതെന്താ ഇന്ത്യൻ ജോഗ്രഫി ഒറ്റയടിക്ക് ഇല്ലാത്തതെന്ന്. ദെൻ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ടോപ്പിക് അല്ല, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇതെല്ലാം സെപ്പറേറ്റ് ടോപ്പിക്സ് ആണ്. പക്ഷെ നമ്മൾ അതെല്ലാം കൂടെ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ഒരെണ്ണമായിട്ട് പറയുന്നെങ്കിലും നാഷണൽ ഇൻകം ഒരു ക്ലാസ്സിലായിരിക്കും, പെർ ക്യാപിറ്റൽ ഇൻകം മറ്റൊരു ക്ലാസ്സിലായിരിക്കും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേറൊരു ക്ലാസ്സിലായിരിക്കും. അങ്ങനെയാണ് എടുത്തു പോകുന്നത്. ദെൻ പഞ്ചവത്സര പദ്ധതി, നീതി ആയോഗ്, RBI, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. സിവിക്സിലേക്ക് വരുമ്പോൾ ഇ ഗവേണൻസ്, പ്രധാനപ്പെട്ട സ്കീമുകൾ നമ്മൾ പറയും. ദെൻ ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ. ഇതാണ് എപ്പോഴും ചോദിച്ചു കാണാറുള്ളത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വരുമ്പോഴും ISRO, റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, അതുപോലെ പോളിസീസും ട്രീറ്റീസും, നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ നോക്കാനുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് നോക്കാനുണ്ട്. ഇഷ്യൂസ് എന്തൊക്കെയാണ്, എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലീഗൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, അതൊക്കെ കൂടെ നമ്മൾ ഒരു ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നു. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ഇതിനകത്ത് തന്നെ പലതരം ആക്ടുകൾ വരും അല്ലെ, അതെല്ലാം ആക്ടുകൾ വരും. പിന്നെ SCRT, NCRT ചാപ്റ്റേഴ്സ് വരും. ക്ലൈമറ്റ് ചേഞ്ചും അതിന്റെ ഇനിഷ്യേറ്റീവ്, ഇതിനകത്തും പലതരം പോളിസീസും ട്രീറ്റീസും വരും. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ദെൻ കമ്പ്യൂട്ടർ സയൻസിനെ ഞാൻ 5 മോഡ്യൂളിനെ ഒരു ടോപ്പിക്കായിട്ടാണ് പറയുന്നത്. സോ 45 + 5 50 അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ദെൻ കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട അവാർഡ്സിനെ പറ്റിയിട്ടും പ്രധാനപ്പെട്ട സ്കീമുകൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. സ്കീമുകളും അവാർഡ്സും ആയിരിക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഒന്നും കൂടെ കേൾക്കുക. മാത്സും ഇംഗ്ലീഷും മലയാളവും അല്ല നമ്മുടെ കോഴ്സിലുള്ളത്, GK ആണ്. GK പ്രിലിംസിന്റെ കോഴ്സ് എടുക്കുന്നവർക്ക് ഈ ഹോട്ട് ടോപ്പിക്സ് ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ തരുന്നത്. ഈ ക്ലാസ്സുകളിൽ തന്നെ ഓരോ ഹോട്ട് ടോപ്പിക്സിനെയും വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. അതിന്റെ നമ്മുടെ PDF നോട്ടും ഞാൻ തരും. PDF നോട്ട് ഇംഗ്ലീഷിലായിരിക്കും തരാൻ പോകുന്നത്. എന്നാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കേരള ഹിസ്റ്ററി ഒക്കെ എടുക്കുന്ന സമയത്ത് ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഏത് വേർഷൻ ആണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ ഫോട്ടോയുടെ PDF മലയാളം വേർഷൻ അതിന്റെ കൂട്ടത്തിൽ കൊടുക്കും. എല്ലാത്തിനും ചിലപ്പോൾ മലയാളം വേർഷൻ ഉണ്ടായി എന്ന് വരില്ല. ചിലയിടത്ത് ജോഗ്രഫിയുടെ ഒരു എർത്തിന്റെ സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം +1 ജോഗ്രഫിയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആധികാരികമായിട്ട് പഠിക്കുന്നത്. സോ അത് എടുക്കുന്ന സമയത്ത് അതിന്റെ PDFും ഞാൻ ഇൻക്ലൂഡഡ് ആയിട്ട് അതേ സെക്ഷനിൽ തന്നെ കൊടുത്തിരിക്കും. നമ്മൾ ഇത് ഡ്രൈവ് വഴിയാണ് ക്ലാസ് എടുക്കുന്നത്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ പറയാം. അതുപോലെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. 2021 തൊട്ടിട്ട് 2024 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇതുമായിട്ട് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് നോക്കി പോകുന്നതായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ്. 499 രൂപയ്ക്കാണ് ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്കായിട്ട് തരുന്നത്. ഇതിന് അവസാനമായിട്ട് ഒരു 10 സെറ്റ് മോക്ക് ടെസ്റ്റ്, അത് ഏകദേശം കോഴ്സ് തീർന്നിട്ടായിരിക്കും മോക്ക് ടെസ്റ്റ് തരാൻ പോകുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സംശയമായിട്ട് ചോദിക്കുമ്പം അത് എല്ലാവരോടും എനിക്ക് റിപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് പറയുകയാണ്. ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ എടുത്തു വെച്ച് നോക്കുക. PDF തൊട്ട് താഴെ ഞാൻ കൊടുത്തിരിക്കാം. ഈ PDF അനുസരിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഡിഗ്രി പ്രിലിംസ് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുക. അപ്പൊ ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഇനി എക്സ്ട്രാ ഒന്നും അറിയാനില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഹോട്ട് ടോപ്പിക്സിന്റെ ലിസ്റ്റ് നിങ്ങൾ താഴെ നോക്കി വൃത്തിയായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. GKയും കറണ്ട് അഫയേഴ്സും മാത്രമാണ്, പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് സ്കീമുകളും അവാർഡ്സുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴാണോ നമ്മുടെ കോഴ്സ് തീരുന്നത്, ഏകദേശം ഒരു 3 മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് ഇപ്പം ഡിസംബർ ആയിട്ടുണ്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ചിന്റെ പകുതിയോട് കൂടിയിട്ട് നമ്മുടെ ടോപ്പിക്സ് കംപ്ലീറ്റ് ആക്കും. അല്ലെങ്കിൽ മാർച്ച് 31 മെയിലായിരിക്കും പ്രിലിംസ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേണിനകത്ത് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, SPCID ആയിക്കോട്ടെ, എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചിട്ട് മെസ്സേജ് അയക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.